അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുഅ്മിനീങ്ങളെ, പുതിയ വർഷത്തിലെ ഒന്നാമത്തെ മാസമായ മുഹറം മാസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ വരുന്ന ഞായർ തിങ്കൾ ദിവസങ്ങൾ മുഹറം 9, 10 ദിവസം ഏതാ? ഞായർ തിങ്കൾ ദിവസം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനെ വേണ്ട രൂപത്തിൽ അതിനെ പരിഗണിക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മുഹറമിൻ്റെ 10 വല്ലാത്ത ആദരവുണ്ട്, വല്ലാത്ത ബഹുമതിയുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ഹദീസുകളിൽ അക്കമിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കാര്യമായി ശ്രദ്ധിക്കണം. നോമ്പ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു നോമ്പ് നോക്കാനും മറ്റുള്ള സുഹൃത്തുക്കൾ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, ലോക ചരിത്രത്തിൽ മുഹറം 10 വലിയ സ്ഥാനം നേടിയിട്ടുണ്ട് എന്ന ഒരുപാട് ശ്രേഷ്ഠതകളും ഒരുപാട് ബഹുമതികളും മുഹറം 10 വന്നിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ അള്ളാഹു ആകാശത്തെ പടക്കാൻ ആരംഭിച്ചത് ഒരു മുഹറം 10 എന്ന മാത്രമല്ല, ഭൂമിയെ പടക്കാൻ ആരംഭിച്ചത് മുഹറം 10. അതേപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ സിംഹാസനമായ അർശിനെ പടച്ചത് മുഹറം 10. അതേപോലെ തന്നെയാണ് അള്ളാഹു ഭക്ഷണത്തെ സംവിധാനിച്ചതും അതിനെ പടച്ചതും ഒരു മുഹറം 10. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല മഴയെ സൃഷ്ടിച്ചതും മുഹറം 10. ആദ്യമായി ഭൂമിയിലേക്ക് മഴ വർഷിച്ചതും മുഹറം 10. മാത്രമല്ല, സസ്യങ്ങളും പഴങ്ങളും ആദ്യമായി ഉണ്ടായത് മുഹറം 10. അതേപോലെ തന്നെയാണ് സ്വർഗ്ഗത്തെ പടച്ചതും മുഹറം 10. അതേ ഒരുപാട് മുഹറം 10 ഒരുപാട് കാര്യങ്ങൾ വന്നടഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മുൻകാല പ്രവാചകന്മാർക്ക് വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തത് മുഹറം 10 എന്ന ആദ്യമായി നമ്മുടെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ഭൂമിയിലേക്ക് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത് മുഹറം 10. അതേപോലെ തന്നെയാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗബ സ്വീകരിച്ചത് മുഹറം 10. മാത്രമല്ല, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ നങ്കൂരമിട്ടത് മുഹറം 10. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് വലിയ സ്ഥാനമാനങ്ങൾ അല്ലാഹു നൽകിയത് മുഹറം 10. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദിന്റെ തീകൊണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം 10. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് കാലിച്ച ശക്തി തിരിച്ചു കിട്ടിയത് ഒരു മുഹറം 10. അതേപോലെ തന്നെയാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 12 വർഷക്കാലം ജയിലിൽ കഴിഞ്ഞു. ആ ജയിലിൽ നിന്ന് മോചിതനായത് മുഹറം 10. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 13 വർഷം വല്ലാത്ത പ്രയാസത്തിലും ദുരിതത്തിലും കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരു മോചനം നൽകിയത് ഒരു മുഹറം 10. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആകാശത്തേക്ക് ഉയർത്തിയത് ഒരു മുഹറം 10. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അനുയായികളെയും രക്ഷപ്പെടുത്തിയത് മുഹറം 10. ഫിർഔനെ നശിപ്പിച്ചത് ഒരു മുഹറം 10 എന്ന അതേ ഞാൻ പറഞ്ഞു വരുന്നത്. പ്രവാചകന്മാർക്കാവട്ടെ എല്ലാവർക്കും ഈ മുഹറം 10 വല്ലാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. അപ്പോൾ ചില്ലറയായ ദിവസമല്ല മുഹറം 10. ആ മുഹറം 10 ഇൻഷാ അല്ലാഹ് വരുന്ന തിങ്കളാഴ്ച നമ്മളിലേക്ക് വരുന്നത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാര്യമായി നിങ്ങൾ ആ മുഹറം 10 നോമ്പ് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം മുൻകാല പ്രവാചകന്മാർ മുഴുവനും മുഹറം 10 നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, യൗമ അശൂറാഇ കാനത തസൂമുൽ അംബിയാഇ ഫസൂമു അൻതും. മുൻകാല പ്രവാചകന്മാര് നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് സ്വഹാബ, അതുകൊണ്ട് നിങ്ങളും നോമ്പ് അനുഷ്ഠിക്കണം എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർക്ക് അനുഗ്രഹങ്ങൾ വാരി കൊടുത്തിയത് മുഹറം 10 ആ മുഹറം 10 അവർ അല്ലാഹുവിനെ നന്ദി ചെയ്തതുകൊണ്ട് അവർ ഒരുപാട് നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മുഹറം 10 അനുഷ്ഠിച്ചാൽ മുഹറം 10 നോമ്പ് അനുഷ്ഠിച്ചാൽ അല്ലാഹു നമ്മൾക്ക് നൽകുന്ന നേട്ടം എന്താണെന്ന് അറിയുമോ? നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്.
ആശുറാന്റെ ദിവസത്തിൽ ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചാൽ എങ്ങനെയാണ് നോമ്പ് അനുഷ്ഠിച്ചത്? അല്ലാഹുവിന്റെ മേൽ അല്ലാഹു എനിക്ക് പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഒരാൾ മുഹറം 10 നോമ്പ് അനുഷ്ഠിച്ചാൽ മുമ്പ് വർഷത്തിലുള്ള ഒരു വർഷത്തെ അവന്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹറം 10 നമുക്ക് കിട്ടുന്നത് ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇതിനൊക്കെ അടിസ്ഥാനം ഉണ്ടാവുമെന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഓരോടൊക്കെ നമുക്ക് പറയാനുള്ള വാക്കിന്റെ പ്രവർത്തനം നമ്മൾ കേൾക്കേണ്ട. മുൻഗാമികൾ കാണിച്ചു തന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ആ പാരമ്പര്യത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരാൾ തന്നെ അതിൽ നിന്നിട്ട് വിചലിച്ചു പോകൂല. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല ഈ മുഹറം 10 ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് നല്ല സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുക. ഞങ്ങളെല്ലാവരും കൊടുക്കലുണ്ട്, പട്ടിണി നടത്തലൊന്നുമില്ലായിരുന്നു. സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞത് അന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കുക. ഞങ്ങൾ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു ചക്കച്ചോറൊക്കെ ഉണ്ടാക്കും. മിറാജിൻ്റെ അന്ന് പദാർത്ഥം എന്തിനാണ് ചക്കച്ചോറൊക്കെ ഉണ്ടാക്കുമെന്ന് ചോദിച്ചു. ഒരു വെറൈറ്റി സാധാരണ ചോറ് കൊടുക്കണം. എനിക്കൊരു വെറൈറ്റി ആയിട്ട് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുമ്പോൾ ആ സുഭിക്ഷമായ ഭക്ഷണം കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മുഹറം 10 ദിവസം കുടുംബത്തിലുള്ള ആളുകൾക്ക് ഭക്ഷണത്തിൽ വിശാലത നൽകിയാൽ ആ കഴിഞ്ഞുമായി വരാൻ പോകുന്നതായ വർഷത്തിനുള്ള ഭക്ഷണം അല്ലാഹു ഒരുക്കി സജ്ജീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വരും വർഷങ്ങളിലെ ഭക്ഷണം അല്ലാഹു നമുക്ക് ഫഖറില്ലാതെ ദാരിദ്ര്യമില്ലാതെ മറ്റുള്ളവന്റെ മുന്നിൽ ഞാനൊന്നും തിന്നിട്ടില്ല, എനിക്കൊന്ന് സഹായം തരുമോ എന്ന് യാചിക്കേണ്ട, ഖേദിക്കേണ്ട ഒരു അവസ്ഥ നൽകില്ല. മുഹറം 10 ആദരിച്ച് കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുത്താൽ കിട്ടുന്ന നേട്ടം നബി തങ്ങൾ പഠിപ്പിക്കുന്നത് അവനിക്ക് ഫഖറില്ലാതെ അവനിക്ക് മരണപ്പെടാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കേവലം ഇത് പറഞ്ഞതല്ല. മഹാനായ സുഫിയാൻ ഇബ്നു അയ്യാന റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. ജറബനാ മുൻദു 50 സന ഔ 60 സന ഫമാ റഅയ്നാഹു ഇല്ലാ ഖൈറാ. മഹാനവറുകൾ പറയുന്നത് ഇത് ഞാൻ 50 വർഷം പോരാ, അല്ലെങ്കിൽ 60 വർഷം ജറബനാഹു ഞാൻ അതിനെ പരിശോധിച്ചറിഞ്ഞിട്ടുണ്ട്. എനിക്ക് നൽകിയത് ഫമാ റഅയ്നാഹു ഇല്ലാ ഖൈറാ, ഖൈറല്ലാതെ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്ന ഖൈറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. മുഹറം 10 ആ ദിവസത്തിൽ സുഭിക്ഷമായ ഭക്ഷണങ്ങൾ പാകം ചെയ്ത് കുടുംബത്തിനെ സന്തോഷിച്ചാൽ ഖൈറാണ് കിട്ടിയിട്ടുള്ളത് എന്ന് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല ഈ നോമ്പ് ഞാൻ പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരും നോമ്പനുഷ്ഠിച്ച നോമ്പായിരുന്നു. എന്താ പറഞ്ഞ ജൂതന്മാരും നസ്രാണികളടക്കം ഈ മുഹറം 10 നോമ്പനുഷ്ഠിച്ചിരുന്നു എന്നാണ് ജൂതന്മാർ പറയുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടുത്തിയതിന്റെ ഒരു ശുക്ർ എന്നതിന്റെ പേരിൽ ജൂതന്മാർ നോമ്പനുഷ്ഠിക്കുന്നു. നസ്രാണികൾ പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആ ശുക്ർ എന്നോളം ഞങ്ങൾ മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു, മൂസാ നബിയിലേക്കും അതേപോലെ തന്നെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കും ഏറ്റവും ഔലായിട്ട് ബന്ധപ്പെട്ടത് എൻ്റെ സമൂഹമാണ്. അതുകൊണ്ട് സ്വഹാബ മുഹറം 10 നിങ്ങൾ നോക്കണം. പോരാ അവരോട് എതിരാവാൻ വേണ്ടി നിങ്ങൾ മുഹറം 9 നോക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു.
പഠിപ്പിച്ചിട്ടുണ്ട്. ജൂതന്മാരോടും ക്രിസ്ത്യാനോടും എതിരാവാൻ വേണ്ടിയിട്ട് മുഹറം 9-നും 10-നും നോമ്പ് എടുക്കണം. ഇനി ഒരാൾക്ക് മുഹറം 9-ന് നോമ്പ് നോക്കാൻ പറ്റൂല, ഞായറാഴ്ച നോമ്പ് നോക്കാൻ പറ്റൂലെങ്കിലും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നോമ്പ് നോക്കുക. മുഹറം 10-നും 11-നും നോമ്പ് നോക്കുക. അടിസ്ഥാനം എന്താ? അവരോട് എതിരാവാൻ വേണ്ടി. നമുക്ക് ഇതിനൊക്കെ മാതൃക കണ്ടിട്ടാ നമ്മുടെ ജീവിത ശൈലി മറ്റുള്ള മതസ്ഥക്കാരോട് എന്താ പാടില്ല, യോജിക്കാൻ പാടില്ല, എതിരായിട്ട് തന്നെ നിൽക്കണം. എല്ലാ നിലക്കും, എല്ലാ അർത്ഥത്തിലും, നമ്മുടെ വേഷത്തിലും വസ്ത്രത്തിലും സംസ്കാരത്തിലും എന്ന് പറഞ്ഞാൽ ഒരാളെ കണ്ടാൽ ഇവ മുസ്ലിമാണെന്ന് അറിയണം. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട് നമ്മുടെ കുട്ടികളെ ആലോചിച്ചിട്ടില്ല, ആരും പറയണ്ട. കുട്ടികളെ നോക്കി പോയി കഴിഞ്ഞ് ഇപ്പോൾ നമ്മളെ മതത്തിൽപ്പെട്ട ആണോ അല്ലേന്ന് നമ്മളെ വിലയിരുത്തണ്ട, പുറത്തുനിന്ന് വിലയിരുത്തിയാൽ മനസ്സിലാവും. കാരണം നല്ല മുട്ടിക്കട് വെച്ച് പല സംസ്കാരത്തിൽ ഇരുപതിയാളെ മുട്ടൊക്കെ വെട്ടിയിട്ട് പല നിലക്കും നടക്കുക. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. ഈ ഖസ്ബിനെ പറ്റി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്ബ് എന്ന് പറയാം, സൈഡ് ഇങ്ങനെ സെറ്റിക്കുറപ്പിച്ച് വിട്ടുന്നത് ഇനി ഖസ്ബ് എന്ന അത് പൂർണ്ണമായിട്ട് തങ്ങൾ വിലക്കിയതാ, അത് ഹറാമായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് നമ്മുടെ സമൂഹത്തിൽ പറ്റാത്തതാണെന്ന് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യുക, ആ കുട്ടികളുടെ നമ്മൾ തന്നെ റോൾ മോഡലായി മാറുക. നമ്മൾ കുട്ടികൾ നന്നാവാൻ മാറുന്നത് നമ്മൾ തന്നെയാണ് നന്നാവുക. ഇപ്പോൾ കുട്ടികൾ നന്നാവും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ മുഹറം 10 ചെല്ലേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് എന്ത് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യമായി മുഹറം 10-ന്റെ പകലിൽ ചെല്ലേണ്ടത് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യമായിട്ട് നിന്നിട്ട് രക്ഷപ്പെടുത്തിയത് മുഹറം 10-നാണ്. മുഹറം 10 രക്ഷപ്പെടുത്താനുള്ള കാരണം അദ്ദേഹം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇത് 40 ദിവസം അദ്ദേഹം പറഞ്ഞതാണ്. 40ാമത്തെ ദിവസം മുഹറം 10-നാണ്. അങ്ങനെ മത്സ്യമായിട്ട് നിന്നിട്ട് മത്സ്യം തുപ്പിക്കരയിൽ തുപ്പി ഒഴിവാക്കിയെന്ന രക്ഷപ്പെടാനുള്ള കാരണം ഈ ദിക്ർ ചൊല്ലിയതിന്റെ അടിസ്ഥാനമാണ് എന്ന് മുഫസ്സിറുകൾ പറയുന്നത്. ചൊല്ലിയ ദിക്ർ കൂടെ ചൊല്ലൂ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മുഹറം 10-ന് ഒന്നാമത്തെ ദിക്ർ ചൊല്ലേണ്ടത് ആ ദിക്റാണ്. പതിവാക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. രണ്ടാമത്തെ ദിക്ർ എന്താണെന്ന് അറിയുമോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീ കൊണ്ടാരത്തിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ഒരു ദിക്ർ ചൊല്ലിയതിന്റെ പേരിലാണ്. ഏതാണെന്ന് അറിയുമോ ആ ദിക്ർ? ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇൻഷാ അല്ലാഹ് ദിക്ർ 100 പ്രാവശ്യം ചൊല്ലണേ. ഏത് പ്രതിസന്ധികൾ വന്നാലും ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും അത് കുടുംബത്തിനാവട്ടെ നാട്ടിനാവട്ടെ മറ്റുള്ള ഏത് മേഖലയിലും പ്രതിസന്ധികൾ വന്നാലും ഈ ദിക്റിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ ശമനമുണ്ട് എന്ന് പ്രവാചകന്മാർ പഠിപ്പിക്കലോടുകൂടെ അത് നിത്യജീവിതത്തിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദ് എന്ന് പറഞ്ഞതായ ആ ശത്രുവിന്റെ തീ കൊണ്ടാരത്തിൽ നിന്നിട്ട് അല്ലാഹു രക്ഷ കിട്ടിയ ദിക്റാണ് ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്നുള്ള ദിക്ർ. പിന്നെ മൂന്നാമതായി മഹാരഥന്മാർ പഠിപ്പിക്കുന്നത് യാ അർഹമർ റഹീമീൻ എന്നുള്ള ദിക്ർ 100 പ്രാവശ്യം ചൊല്ലണേ. യാ അർഹമർ റഹീമീൻ. മൂന്നാമത്തത് കരുണ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവന് ഈ ദിക്ർ അല്ലാഹു വല്ലാത്ത പെരുത്തിഷ്ടമുണ്ട് എന്നാണ്. മാത്രമല്ല നാലാമതായി പഠിപ്പിക്കുന്നത് ഒരു ആയത്താണ് സൂറത്ത് തൗബയിലെ, അതായത് ബിസ്മില്ലാത്ത സൂറത്താണല്ലോ സൂറത്ത് തൗബ. അതിന്റെ അവസാനത്തെ ആയത്താണ് ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫതവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ
الله عليه توكلت وهو رب العرش العظيم. സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്ത്. ഇതിൽ ഒരുപാട് സെറുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ആരെങ്കിലും 100 തവണ പാരായണം ചെയ്താൽ ഈ ആയത്തിന് ഓതിയാൽ കണ്ണേറ്, സിഹ്ർ, ദുർമരണം അവനിക്ക് പിടിപെടില്ല എന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. പോരാ, ഈ ആയത്തുകൾ 7 പ്രാവശ്യം സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം ഓതിയാൽ ആ ദിവസത്തിലുള്ള പകലിൽ അവൻ മരണപ്പെടുകയില്ല. ഇനി എങ്ങാനും മഗ്‌രിബിന്റെ ശേഷമാണ് 7 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ ആ രാത്രിയിൽ മരണപ്പെടില്ല എന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. പോരാ, ഈ യാത്ര ഉദ്ദേശിച്ചുകൊണ്ട് വലത് കൈ പിടിച്ചുകൊണ്ട് നോട്ടാവിന്റെ മേലെ കൈവച്ചുകൊണ്ട് ഈ ആയത്തെങ്ങാനും ഓതിക്കഴിഞ്ഞാൽ ആ യാത്രയിൽ അവനിക്ക് അപകടം വരൂല, മരണം വരൂല എന്ന് 12 മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച 99 പ്രാവശ്യം ഈ ആയത്തിന് ഓതിക്കഴിഞ്ഞാൽ ഹറാമിന്റെ ഒരു ഭക്ഷ്യവസ്തു അവന്റെ വയറ്റിലേക്ക് ചേരൂല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഈ ഒരു പ്രാവശ്യം ഈ ആയത്തിന് ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് ദീനിൽ സംശയമുണ്ടാവില്ല എന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഏതായത് لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. തൗബയുടെ അവസാനത്തെ ആയത്തിലുള്ള ആ ആയത്താണ്. അത് മറിച്ചു നോക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല 4-ാമതായി സൂറത്തുൽ ഇഖ്ലാസ് ധാരാളം പാരായണം ചെയ്യുക. മാത്രമല്ല യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ളതായി ദിക്റും പാരായണം ചെയ്യുക. ഈ ദിക്റും ഒരുപാട് അല്ലാഹുവിന് ഇഷ്ടമുള്ളതാണ്. അല്ലാഹു 6 ദിക്റുകളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമതായി നമ്മൾ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. രണ്ടാമത് യാ അർഹമർ റഹീമീൻ. മൂന്നാമത് ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. നാലാമതായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിയ ദിക്ർ ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൽ നസീർ. അഞ്ചാമത് സൂറത്തുൽ ഇഖ്ലാസ് 100 പ്രാവശ്യം യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള ദിക്ർ 100 പ്രാവശ്യം. ഈ ദിക്റുകളെല്ലാം ചൊല്ലേണ്ടത് മുഹറം 10-നാണ്. വല്ലാത്ത സിറുകളുള്ള ഒരുപാട് അജായിബുകളുള്ള ദിക്റാണ്. അല്ലാഹുവേ ജീവിതത്തിൽ പകർത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പറഞ്ഞതിനെയും കേട്ടതിനെയും നീ കബൂലാക്കണേ അല്ലാഹ്. എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ട് എങ്കിൽ അതെല്ലാം പരിഹരിച്ച് നീ സ്വീകരിക്കണേ റഹ്മാനേ. ഇതിന്റെ മിശ്രിതമാവ് ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഇന്നലെ ഞങ്ങളുടെ മമ്പറങ്ങളുടെ ആണ്ടിന്റെ ദിവസമാണല്ലോ റബ്ബേ, അവരുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ മദദും നുസ്റത്തും കാവലും തർബീയത്തും തിരുനോട്ടവും നൽകണേ അല്ലാഹ്. അറിഞ്ഞറിയാതെ രഹസ്യ പരസ്യ ഒരുപാട് തെറ്റ് ചെയ്ത പാപികളാണ് റബ്ബേ, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ്, നമ്മുടെ കുടുംബങ്ങളിലായി പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്, നരകം നിഷിദ്ധമാക്കണേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോടെ ഇസ്സത്തോടെ അഭിമാനത്തോടെ ജീവിച്ച് മരണം ഖൈറാകുമ്പോ കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ ഹൃദയത്തിൽ തഖ്വ നൽകണേ അല്ലാഹ്, ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. കിബ്ർ, ഹസദ്, റിയാദ്, ഫഖർ, ഉജ്ബ്, റവബ്, നിഫാഖിനെ തൊട്ട് നീ കാത്ത് സലാമത്ത് നൽകണേ അല്ലാഹ്. നിന്റെ മഹാരഥന്മാരുടെ ഹൃദയം നീ എങ്ങനെയാ നന്നാക്കിയത്, അതുപോലെ ഞങ്ങളുടെ ഹൃദയം നീ നന്നാക്കണേ അല്ലാഹ്. പള്ളിയിലേക്ക് മുതഅല്ലിമീങ്ങളിലൊക്കെ അംഗമായി സഹായിക്കുന്ന സഹകരിക്കുന്നവരുണ്ട്. നീ
മനുഷ്യന്റെ